നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ മറ്റൊരു വിസ്മയ കൂടി ഉണ്ടാകുമായിരുന്നു. പക്ഷേ ചില നിർണായക ഇടപെടലുകളിലൂടെ ആ ഒരു സംഭവം ഒഴിഞ്ഞു മാറിപ്പോയിരിക്കുകയാണ്. അതിക്രൂര പീഡനം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും നേരിട്ടു എന്നതടക്കമുള്ള നടുക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പന്തീരാങ്കാവ് സ്ത്രീധന പീഡന കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ പീഡനം നേരിട്ട യുവതി ഇന്ന് മാധ്യമങ്ങളോട് താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ചൊക്കെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നവവരനും പോലീസിനുമെതിരെയാണ് യുവതി രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുൽ, അതായത് ഭർത്താവ് തന്നെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും ബെൽറ്റ് വെച്ച് അടിച്ചുവെന്നും അടക്കമുള്ള അതിക്രൂര പീഡനങ്ങളുടെ വിവരമാണ് ഈ യുവതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം സർവ്വസാധാരണ സംഭവമാണെന്ന നിലപാടായിരുന്നു പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ കിട്ടിയതെന്നായിരുന്നു യുവതി പോലീസിനെതിരെ ആരോപിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് യുവതി പറയുന്നത് ഇപ്രകാരമാണ്. രാത്രിയായിരുന്നു തന്നെ മർദ്ദിച്ചത്. രാവിലെ രാഹുലും അമ്മയും ചേർന്ന് വാതിലടച്ച് എന്തൊക്കെയോ ചർച്ചകൾ നടത്തി. അതെന്താണെന്ന് താൻ ചോദിച്ചു. അപ്പോൾ തന്നോട് അത് നീ അറിയണ്ട എന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. മർദ്ദിക്കുന്ന സമയത്ത് രാഹുൽ നല്ലവണ്ണം മദ്യപിച്ചിരുന്നുവെന്നും ബാക്കി സ്വർണം എപ്പോൾ കിട്ടും, എൻ്റെ കാർ എവിടെ, സ്ത്രീധനം കുറഞ്ഞു പോയി, ഇതിൽ കൂടുതൽ കിട്ടാൻ ഞാൻ അർഹനാണ് എന്നെല്ലാമായിരുന്നു രാഹുൽ പറഞ്ഞത്. ഇതിന് പേരിലാണ് തർക്കം തുടങ്ങുന്നത്. ഈ തർക്കം ഒടുവിൽ മർദ്ദനത്തിലേക്ക് എത്തുകയായിരുന്നു. കരണത്ത് അടിച്ചു. ആ അടിയേറ്റ് താൻ കിടക്കയിൽ വീണു. പിന്നീട് തലയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും മുഷ്ടി ചുരുട്ടി ഇടിച്ചു. മൊബൈൽ ചാർജറിന്റെ കേബിൾ എടുത്ത് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കുനിച്ച് നിർത്തി പുറത്തിടിച്ചു. കഴുത്തിലും ചുണ്ടിലും നഖം വച്ച് അമർത്തി. ഡോറ് തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അതിന് തനിക്ക് കഴിഞ്ഞില്ല എന്നാണ് യുവതി പറയുന്നത്. മാത്രമല്ല, ഇതേ തുടർന്ന് വസ്ത്രത്തിൽ പിടിച്ചു വലിച്ച് ബെഡിലേക്ക് വലിച്ചിടുകയും മാത്രമല്ല ബെൽറ്റ് വെച്ച് ഈ യുവതിയെ രാഹുൽ അടിക്കുകയും ചെയ്തു. ചെവിയുടെ ഭാഗത്തേറ്റ അടി. അപ്പോൾ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നു. അതോടെ ബോധം നഷ്ടപ്പെട്ടു. ഈ അടിക്കുന്ന സമയത്ത് ആരോ വീട്ടിലെ സ്റ്റെയർ കയറി വരുന്ന ശബ്ദം താൻ കേട്ടിരുന്നുവെന്നാണ് യുവതി പറയുന്നത്. അന്നേരം മിണ്ടാതിരിക്കാൻ രാഹുൽ ദേഷ്യത്തിൽ പറയുകയും ചെയ്തു. രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് അടുത്ത മുറിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അലമുറയിട്ട് താൻ കരഞ്ഞു. പക്ഷെ ആരും വന്നില്ല. വിവാഹശേഷം ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് യുവതി പറയുന്നത്. അതിനുള്ള അനുവാദം നൽകിയിരുന്നില്ല. ഈ ഫോണ് രാഹുലിന്റെ കയ്യിലായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. അടുക്കള കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ബന്ധുക്കൾ വന്നു. അപ്പോഴാണ് അവർക്ക് തൻ്റെ അവസ്ഥ കൂടുതൽ മനസ്സിലായത്. കുളിമുറിയിൽ വീണു എന്നായിരുന്നു താൻ ആദ്യം അവരോടൊക്കെ പറഞ്ഞത്. അങ്ങനെ പറയാവോ എന്നായിരുന്നു രാഹുൽ ഭീഷണിപ്പെടുത്തിയത്. കഴുത്തിലെ മറ്റും പാടും കണ്ട് സംശയം തോന്നി വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ മർദ്ദനത്തിന്റെ കാര്യം യുവതി വെളിപ്പെടുത്തുകയായിരുന്നു. ഉടനെ തന്നെ ബന്ധുക്കൾ ഈ ഒരു മർദ്ദനത്തിന്റെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ എറണാകുളത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇതുകൊണ്ട് മാത്രമാണ് മറ്റൊരു വിസ്മയ ഈ കേരളത്തിൽ ഉണ്ടാവാതെ ഇരുന്നത്. വീട്ടിലെത്തി ആശുപത്രിയിൽ കാണിച്ചതിന് ശേഷമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. എന്നാൽ ഒത്തുതീർപ്പിനായിരുന്നു CI ശ്രമിച്ചത്. ഈ ബന്ധത്തിൽ താല്പര്യമില്ലെന്ന് താൻ പറഞ്ഞതാണ്. ഇതെല്ലാം സർവ്വസാധാരണ വിഷയമല്ലേ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്നതല്ലേ, പറഞ്ഞു തീർക്കാമെന്നായിരുന്നു പോലീസ് സ്വീകരിച്ച നിലപാട്. അതിനു മുമ്പ് രാഹുൽ അവിടെ എത്തി. പോലീസുകാരെല്ലാം രാഹുലിന്റെ വശത്തു നിന്നായിരുന്നു സംസാരിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും തന്നെ FIR-ൽ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനാൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനാണ് തന്റെ തീരുമാനമെന്നും യുവതി പ്രതികരിച്ചിരിക്കുന്നു. ഈ മാസം 5-ാം തീയതിയായിരുന്നു പറവൂർ സ്വദേശിയായ പെൺകുട്ടിയും കോഴിക്കോട് പന്തീരങ്കാവ് വള്ളിക്കുന്ന് സ്നേഹതീരത്തിൽ രാഹുൽ P. ഗോപാലും തമ്മിലുള്ള വിവാഹം നടന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. തുടർന്ന് വിവാഹാനന്തര ചടങ്ങായ അടുക്കള കാണലിന് വധുവിന്റെ വീട്ടുകാരടങ്ങുന്ന സംഘം രാഹുലിന്റെ വീട്ടിലെത്തി. അപ്പോഴാണ് യുവതിയെ ക്രൂരമായി മർദ്ദിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് ശാരീരികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഈ രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിന് പോലീസ് കേസെടുത്തു. എന്തായാലും താൻ നേരിട്ട അതിക്രൂര പീഡനത്തിന്റെ കഥകളാണ് ഈ യുവതിക്ക് പറയാനുള്ളത്. വലിയ രീതിയിലുള്ള ഒരു പീഡനമാണ് നേരിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഒരു ദിവസം ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഒരു ദിവസം രാത്രി മദ്യപിച്ചിരുന്നു എന്ന് തനിക്ക് തോന്നി. പക്ഷേ മദ്യപിച്ചിരുന്ന വ്യക്തി ഒരിക്കലും അങ്ങനെ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് കാർ ഓടിക്കില്ല. മറിച്ച് മദ്യത്തിനേക്കാൾ ഉപരി മറ്റെന്തോ ഉപയോഗിച്ചു എന്ന് തനിക്ക് തോന്നുന്നുണ്ട് എന്നതടക്കമുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഒരു ദിവസം രാത്രിയിൽ ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞു. മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മദ്യപിച്ചിരിക്കുക ഇപ്പോൾ പോണ്ടാന്ന് പറഞ്ഞുവെങ്കിലും കേൾക്കാതെ കാർ ഓടിച്ച് ബീച്ചിൽ കൊണ്ടുപോയെന്നും പക്ഷേ മദ്യമായിരുന്നു കഴിച്ചിരുന്നെങ്കിൽ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് രാഹുൽ കാർ ഓടിക്കില്ല, അതിനേക്കാൾ ഉപരി എന്തോ കഴിച്ചിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലാണ്
ഇപ്പോൾ യുവതി നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അതിക്രൂര പീഡനങ്ങളാണ് നേരിട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരീരത്തിൽ ഈ പീഡനങ്ങൾ ഏറ്റതിൻ്റെ പാടുകളൊക്കെ ഉണ്ട്, അതടക്കം കാണിക്കുന്നുണ്ട്. എന്തായാലും അതിക്രൂര പീഡനമാണ് ഈ പെൺകുട്ടി ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കൃത്യസമയത്ത് ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും ഇടപെടൽ കൊണ്ടാണ് ആ പെൺകുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടിയതെന്നാണ് കേരള ജനത ഒന്നടങ്കം പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.